എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ പൈതൽമല എന്ന സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. പൈതൽമല അല്ലെങ്കിൽ വൈതൽമല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം സഞ്ജിതും ഉണ്ട്, അതേപോലെ ഫർസീമും ഉണ്ട്. നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 3-4 കിലോമീറ്റർ മേലോട്ട് പോയിട്ടാണ് അവിടെ സ്ഥലം എത്തുന്നത്. അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങോട്ട് വിടാം. ഇന്നത്തെ വീഡിയോ അവിടെയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടേക്ക് കയറിക്കൊണ്ട് ഇവിടെ ചെറിയ ടിക്കറ്റ് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്, അങ്ങോട്ട് കയറിക്കൊണ്ട് ഇവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനേ. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 30, കുട്ടികൾക്ക് 15, വിദേശികൾക്ക് 100, ക്യാമറ ഉണ്ടെങ്കിൽ 40 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കൊക്കെ. നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് മേലോട്ട് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് 3 പേർക്ക് 90 രൂപയാണ് വന്നത്. പിന്നെ അവിടെ നമ്മളെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അവിടെ കൊടുക്കണം. പിന്നെ പ്ലാസ്റ്റിക് മുഴുവനായിട്ട് നിരോധിത മേഖലയാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് സാധനങ്ങളും കൊണ്ട് കയറ്റാൻ കഴിയില്ല. പിന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ട് എത്ര കുപ്പിയാണ് നമ്മൾ കൊണ്ടുപോകണമെന്നൊക്കെ കാണിച്ചു തന്നിട്ട് മാത്രമേ മേലോട്ട് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് കയറി തുടങ്ങുകയാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഏകദേശം 2 കിലോമീറ്ററോളം കയറാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 മണിയോളം സമയമായി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ്. ഫുള്ള് സൈലൻ്റാണ്. ആകെ ചീവീടിൻ്റെ സൗണ്ട് മാത്രം കേൾക്കാനുള്ളൂ. ഒരു വെറൈറ്റി ഫീൽ. വാ, എൻ്റെ അട്ട കയറിയോ? നല്ല തിക്ക് ഫോറസ്റ്റാണ്. നല്ല വെയിലുണ്ട് പുറത്ത്. പക്ഷേ ഉള്ളോട്ടൊന്നും അങ്ങനെ വെയിലടിക്കണതല്ല. നല്ലൊരു ഫീലും. നല്ല കയറാൻ 2 കിലോമീറ്ററൊക്കെ ഉണ്ടെങ്കിലും വലിയ ഓവറായിട്ട് തോന്നുന്നില്ല. വേറൊന്നുമില്ല, അധികം കയറാനില്ല. ഒന്ന് നല്ല വയ്യാണ്. രണ്ടാമതായി ഈ ഒരു നല്ല ശുദ്ധവായും അതുപോലെ ഈ പക്ഷിൻ്റെയും ചീവീടിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് അടിപൊളിയായി ഇങ്ങ് പോവും. ഭയങ്കര ഒരു ഊർജ്ജമാണ് മുന്നോട്ട് നടക്കാൻ. അടിപൊളി തന്നെയാണ്. എന്തായാലും എത്തും എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇപ്പോൾ എത്തൂല. അർസിമ എങ്ങനെയുണ്ട്? എന്താ ചെപ്പ കയറിയാല് കുഴങ്ങുമല്ലോ. അപ്പുറത്തെ കൂടി പോകാൻ ആനൊക്കെ ഉണ്ട്. അപ്പോൾ വിശ്വാസമായില്ലെങ്കിൽ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. നല്ല ആശാദിലെ ബന്ധാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ.
മരമൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റുന്ന സംഭവം ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ പോകും. ഏകദേശം ഇങ്ങോട്ട് കണ്ണൂരിൽ നിന്ന് ഒരു 65 കിലോമീറ്ററൊക്കെയാണ് വരുന്നത്. പിന്നെ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഹൈറ്റിൽ, പിന്നെ മീറ്റർ നോക്കുമ്പോൾ 1372 മീറ്ററൊക്കെയാണ് ഹൈറ്റ് വരുന്നത്. എന്നാലും ട്രക്ക് ചെയ്യാൻ അങ്ങനെ വലിയ റിസ്ക് ഒന്നുമില്ല. ഏത് പ്രായക്കാർക്കും എല്ലാവർക്കും സിമ്പിളായി കയറാം. കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഫീലാണ് കേട്ടോ. എത്ര കയറിയാലും നമുക്ക് അത് തോന്നണില്ല. കാരണം നല്ല ഓക്സിജനും അതേപോലെ നല്ല തണുത്ത കാറ്റടിച്ചാട്ടും പിന്നെ പക്ഷിൻ്റെയും ഇതിൻ്റെയൊക്കെ സൗണ്ടും കേട്ട് അടിപൊളിയായി ഇങ്ങനെ പോവാം. നമ്മൾ അറിയണല്ല 2 കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്കത് തോന്നൂല. എന്തായാലും എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ മേലെ എത്തി തുടങ്ങിയതാണ് തോന്നണേ. അവിടുന്ന് നല്ല വെളിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ കയറി നോക്കാം. ഇനി മേലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. എത്തില്ലേ? ഓ ടോപ്പിലെത്തി. നല്ല വെയിലുണ്ട്. ഓ സ്കൈയൊക്കെ അടിപൊളിയായി കാണുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ആനപ്പിണ്ട പടിയുണ്ട്. കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് ആ തലക്കലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടുത്തെ നടക്കണം. എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഫുള്ള് പുല്ലായിട്ടും ഫുൾ മൊട്ടക്കുന്ന് എന്നൊക്കെ പറയാം. എല്ലാ ഭാഗത്തും ഫുള്ളിതും സ്കൈയൊക്കെ അടിപൊളിയായി കാണുന്നുണ്ട്. ഏതായാലും ഇവിടുന്ന് എന്തെങ്കിലും ഇറങ്ങി നോക്കട്ടെ നീ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലക്കലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. ചെറിയ കുന്നാണ്. നല്ല രസം, നല്ല കാറ്റും ഉണ്ട്. പിന്നെ അധികം കയറാനൊന്നുമില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ആക്കുമ്പോൾ കയറിയിട്ട് തന്നെ 1 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. കാരണം ഒരു 10 മണി ആ സമയത്ത് കയറി. ഇപ്പം ഏകദേശം 11 മണി ആവുന്നുള്ളൂ. സാവധാനം നമ്മൾ കയറിയത്. നല്ല കാറ്റുണ്ട്. അത് നല്ല വ്യൂ ഒക്കെ ആണ്. നല്ല വെയിലുണ്ട്, പക്ഷെ ഒന്നും കൊണ്ട് ഏൽക്കണില്ല. നല്ല കാറ്റ്, തണുത്ത കാറ്റടിച്ചിട്ട് നമുക്ക് നല്ല എന്താ പറയുക അടിപൊളി. ഏകദേശം 4124 ഏക്കറിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ പൈതൽമല പറഞ്ഞ സംഭവം. ഫുള്ളിങ്ങനെ മേൽഭാഗം ഫുള്ള് ഈ പുൽത്തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വരികയാണ്. അവിടെയാണ് ഒരു വാച്ച് ടവറോ വ്യൂ പോയിൻ്റ് അല്ല വാച്ച് ടവർ എന്നൊക്കെ പറഞ്ഞ ഏരിയ. അങ്ങോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. മറ്റൊരു ബാക്കിൽ ഇങ്ങനെ വരികയാണ്. വെറുതെ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. അവിടെ ഈ എന്താ പറയുക കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ, വേറൊരു ഫീൽ തന്നെയാണ്. ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാം നമുക്ക്. ആ ഭാഗമൊക്കെ ഇങ്ങനെ എന്താ പറയുക വെയിലിങ്ങനെ അടിച്ചിട്ട് നല്ല തിളങ്ങി നിൽക്കേണ്ട മലയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് വാച്ച് ടവർ. അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ ഒന്ന് കയറി വെക്കട്ടെ. ഇവിടുത്തെ ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ. ഇവിടെയും കുറേ ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എഴുതിയിട്ടുണ്ട്.
മുഴുവനല്ലേ. ഇനി മേലൊക്കെ ആക്കണേ. ഓ ഇവിടെ നല്ല വ്യൂ അപാരം തന്നെ, രക്ഷയില്ല. ഒരു 360 ഡിഗ്രിയിൽ മുഴുവനായിട്ട് കാണാം. ഇനിയുണ്ട് കയറാൻ. ഇതാണ് ഇതിൻ്റെ വാച്ച് ടവറിന്നല്ല വ്യൂ. ഏതായാലും അടിപൊളിയായി കിട്ടുന്നുണ്ട്. പിന്നെ പോരാത്തതിന് നല്ല കാറ്റും. ആഹാ, ഈ വയ്യാണ് നമ്മൾ ഫുള്ളായിട്ട് നടന്നു വന്നത്. ആ ഒരു ടോപ്പിൽ നിന്നാണ് നമ്മൾ വന്നത്. ഞങ്ങളേതായാലും ഈ വാച്ച് ടവർ വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങി ഇനി താഴോട്ട് ഇങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ മേലെ വരെ എത്തണം. വെറുതെ ഇങ്ങനെ നടന്ന് തുടങ്ങി. ഏതായാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ വന്ന വഴി തന്നെയാണ് പോണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇനിയും നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്.